പരീക്ഷയ്ക്ക് അടുത്ത് വരാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്റ്റുഡൻസിന് വേണ്ടി സ്പെഷ്യൽ ആയിട്ടുള്ള കുറച്ച് വീഡിയോസ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. കഴിഞ്ഞ ദിവസത്തിൽ നമ്മൾ സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള ഒരു റൊട്ടീൻ വീഡിയോ ഷെയർ ചെയ്തിരുന്നു. കാണാത്തവർക്ക് വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക്സ് കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇന്നത്തെ വീഡിയോയിൽ ഒരു സ്റ്റഡി ടേബിൾമേൽ നമുക്ക് അല്ലെങ്കിൽ സ്റ്റഡി ഏരിയയിൽ അത്യാവശ്യം വേണ്ട 10 ഐറ്റംസിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഞങ്ങളുടെ സ്റ്റഡി സ്പേസിൽ ഉപയോഗിക്കുന്ന ഓരോ ഐറ്റംസിൻ്റെയും ലിങ്കുകൾ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. വേണമെങ്കിൽ നിങ്ങൾക്കത് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. ഫസ്റ്റായിട്ട് നമ്മൾ നല്ലൊരു സ്റ്റഡി സ്പേസ് സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്. അത് എവിടെയും ആവാം. സ്റ്റഡി റൂമായിട്ടോ ചിലപ്പോൾ നമുക്ക് സ്വന്തമായിട്ട് റൂമോ ചിലപ്പോൾ ഒന്നും ഉണ്ടാവണമെന്നില്ല. നല്ലൊരു ചുമരിട്ടായിട്ട് ജനാലയൊക്കെ ഉള്ള നല്ല ലൈറ്റിംഗ് ഒക്കെ ഉള്ള നല്ലൊരു സ്പേസ്, ശബ്ദവും ബഹളവും ഒന്നും അധികം ഇല്ലാത്ത നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു സ്പേസിൽ ഒരു ടേബിൾ ഇട്ടിട്ട് നിങ്ങൾ പഠിക്കാനായിട്ടിരിക്കാം. രണ്ടാമത് സ്റ്റഡി ടേബിൾ. ഒരു സ്റ്റഡി ടേബിൾ സെലക്ട് ചെയ്യുമ്പോൾ സിമ്പിളായിട്ടുള്ള ഒരു സാധാരണ മേശ നമ്മൾ എവിടെയെങ്കിലും വീട്ടിലുണ്ടെങ്കിൽ അത് നമ്മൾ യൂസ് ചെയ്താൽ മതി. പുതിയ മോഡൽ ഡെക്കറേറ്റീവ് ആയിട്ടുള്ള നല്ല ഭംഗിയുള്ള ക്യൂട്ടായിട്ടുള്ള സ്റ്റഡി സ്പേസ് ഒന്നും ഇല്ലാച്ചിട്ട് വിഷമിക്കേണ്ട. അതിലൊന്നുമല്ല കാര്യം. നമ്മൾ എത്രത്തോളം നന്നായി പഠിക്കുന്നു എന്നുള്ളതിലാണ് കാര്യം. പലപ്പോഴും നമ്മൾ പല പിക്ചേഴ്സ് കാണുമ്പോൾ അതുപോലെയൊക്കെ എനിക്ക് വേണമെന്ന് ആഗ്രഹം തോന്നും, നമുക്കൊക്കെ തോന്നും. പക്ഷേ സാധിക്കുന്നത് നമുക്ക് ചിലപ്പോൾ അതൊന്നും അഫോർഡ് ചെയ്യാൻ പറ്റുന്നതല്ലെങ്കിൽ സാരമില്ല, നമുക്ക് പറ്റുന്നൊരു ടേബിൾ സെലക്ട് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് വലിയ ടേബിൾ ഇപ്പോൾ ഇല്ലയെന്നുണ്ടെങ്കിൽ ഒരു ഫ്ലോർ ടേബിൾ, ഇങ്ങനെ ഫോൾഡബിൾ ആയിട്ടുള്ള ഫ്ലോർ ടേബിൾ ഒരെണ്ണം വാങ്ങാൻ വേണമെങ്കിൽ അതധികം എക്സ്പെൻസീവ് അല്ല. അത് വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ ഇരുന്നിട്ട് നമുക്കൊരു മാറ്റ് ഇട്ടിട്ട് ആ ടേബിൾ വെച്ച് ഇരുന്ന് പഠിക്കാവുന്നതാണ്. അതിൽ ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ് ബെഡും ഇരുന്നിട്ട് പഠിക്കുക എന്നുള്ളത്. ബെഡും ഇരുന്ന് പഠിക്കാനിരുന്നാൽ നമുക്ക് ഉറക്കം വരും പലപ്പോഴും. അപ്പോൾ അതുകൊണ്ട് അത് അവോയ്ഡ് ആക്കാം. മാക്സിമം നമ്മൾ ടേബിളും ഇരുന്ന് സ്ട്രെയിറ്റ് പൊസിഷനിലിരുന്ന് പഠിക്കാനായിട്ട്, ടേബിളും ചെയറും വെച്ചിട്ട് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. മൂന്നാമത്തതായിട്ട് ലൈറ്റിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മാക്സിമം നാച്ചുറൽ ലൈറ്റിംഗ് ഉള്ളൊരു സ്ഥലത്തായിരിക്കും നമ്മൾ പഠിക്കാനിരിക്കേണ്ടത്. എനിക്ക് പണ്ട് പുറത്ത് ഇരുന്ന് പഠിക്കാനായിട്ട് വളരെ ഇഷ്ടമാണ്. സൈലൻ്റ് ആയിട്ടുള്ള, അതുപോലെ തന്നെ നല്ല വെളിച്ചമൊക്കെ ഉള്ള പുറത്തിരുന്ന് പഠിക്കാനാണ് പലപ്പോഴും എനിക്കിഷ്ടം. ഇനി അകത്തിരിക്കായാലും ജനലിലിരിക്കുക. ഇനി നമുക്ക് നല്ല ലൈറ്റിംഗ് അത്യാവശ്യം കിട്ടാനായിട്ട് നിങ്ങൾക്കൊരു ടേബിൾ ലാമ്പിൽ ഇൻവെസ്റ്റ് ചെയ്യാം. വളരെ യൂസ്ഫുള്ളാണത്. വൈകുന്നേരങ്ങൾ പഠിക്കാതിരിക്കുമ്പോൾ നമ്മുടെ റൂമിൽ വേറെ ആരെങ്കിലും ഉണ്ട്, അവർക്കൊന്നും ശല്യമില്ലാത്ത രീതിയിൽ ഒരു ടേബിൾ ലാമ്പ് വെച്ചിട്ട് നമുക്ക് പഠിക്കാനായിട്ട് ഇരിക്കാവുന്നതാണ്. ഇനി നാലാമതായിട്ട് ഒരു വൈറ്റ് ബോർഡ് നമ്മുടെ ടേബിൾ വെക്കുന്നത് നല്ലതായിരിക്കും. വൈറ്റ് ബോർഡ് എന്ന് വെച്ചാൽ നമുക്ക് എഴുതാനായിട്ടാണ്. നമുക്ക് പല കാര്യങ്ങൾ എഴുതി പഠിക്കാൻ, ഓർമ്മപ്പെടുത്താൻ, നമ്മുടെ പ്ലാനൊക്കെ നമുക്ക് എഴുതി വെക്കാനൊക്കെ വൈറ്റ് ബോർഡ് വളരെ യൂസ്ഫുള്ളാണ്. നമുക്ക് കുറേ നാളത്തേക്ക് ഒരു വൈറ്റ് ബോർഡ് വാങ്ങിയാൽ ഉപയോഗിക്കാൻ പറ്റും. കുറച്ച് വലുത് നോക്കി വാങ്ങാം. വലുതാകുമ്പോൾ കുറച്ച് വില കൂടുതലായിരിക്കും. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ ചെറുത് വാങ്ങിയാലും കുഴപ്പമില്ല. കുറച്ച് എഴുതാൻ പറ്റുള്ളൂ എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ വെക്കാവുന്നതാണ്. ഇനി അതല്ലെങ്കിൽ ഒരു സ്ലേറ്റ് വാങ്ങി വെച്ചാലും കുഴപ്പമില്ല. ചെറുതായിരിക്കും, പക്ഷെ നമുക്ക് ചെറുതായിട്ട് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ എഴുതാനായിട്ട് അത് ഉപയോഗിക്കാവുന്നതാണ്. അഞ്ചാമതായിട്ട് വൈറ്റ് ബോർഡിന് നിങ്ങൾക്ക് വാങ്ങാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു കാർഡ് ബോർഡിൻ്റെ ഒരു ഷീറ്റ് എടുത്തിട്ട് അതുമേ നമ്മളുടെ നോട്ട്സൊക്കെ ഷോർട്ട് നോട്ട്സ് ആയിട്ട് നമുക്ക് എഴുതേണ്ട കാര്യങ്ങളൊക്കെ ഒന്ന് എഴുതി അതുമേ പിൻ ചെയ്ത് വെച്ചാലും കുഴപ്പമില്ല. നമുക്ക് വലിയ ചിലവില്ലാത്ത രീതിയിൽ, ചെറിയ രീതിയിൽ അങ്ങനെയും ഒരു ബോർഡ് സംഘടിപ്പിക്കാവുന്നതാണ്. ഇതിന് പകരമായിട്ട് നമുക്ക് പിൻ ബോർഡ് എന്ന് പറഞ്ഞിട്ടും ഗ്രിഡ് ബോർഡ് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ഓൺലൈനിലും വാങ്ങാനായിട്ട്, കടകളിൽ നിന്നൊക്കെ വാങ്ങാൻ കിട്ടും. അത് വേണമെങ്കിൽ യൂസ് ചെയ്യാവുന്നതാണ്. ആറാമത്തായിട്ട് നമുക്ക് ടേബിളിന്മേൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഉണ്ടാവേണ്ടതെന്ന് നമുക്ക് നോക്കാം. ഒന്നാമതായിട്ട് ഒരു ക്ലോക്ക്. മസ്റ്റായിട്ടും ക്ലോക്ക് നമ്മളവിടെ വെക്കുക. നമ്മൾ ടൈമിന് പഠിക്കാനിരിക്കാനും നമ്മുടെ പഠനത്തിൻ്റെ ഇടയിൽ ഇൻ്റർവെൽസ് എടുക്കാനൊക്കെ ആയിട്ട് നമ്മൾ ക്ലോക്കായിട്ട് തന്നെ വെക്കുക. നമ്മുടെ ഫോൺ അതിന് പകരം റീപ്ലേസ് ചെയ്ത് വെക്കുമ്പോൾ ഒരു ദോഷം, സമയം നോക്കാൻ നമ്മൾ എടുക്കും ഫോൺ, പക്ഷെ നമ്മൾ നോക്കുക ഫോണായിരിക്കില്ല, വേറെ എന്തെങ്കിലുമൊക്കെ വാട്സപ്പൊക്കെ നോക്കി അങ്ങനെയൊക്കെ നേരം വേസ്റ്റ് ചെയ്ത് നമ്മൾ പഠിക്കാനുള്ള നേരം നമ്മുടെ പോകും. അപ്പോൾ അതിൽ നല്ലതൊരു ചെറിയ ക്ലോക്ക് അവിടെ വാങ്ങി വയ്ക്കുക. അല്ലെങ്കിൽ നമ്മുടെ വാച്ചോ പെട്ടെന്ന് സമയം കാണാൻ പറ്റുന്ന എന്തെങ്കിലും അവിടെ വെക്കാവുന്നതാണ്. ഏഴാമത്തെ പോയിൻറ്റ്, നമുക്ക് അത്യാവശ്യം വേണ്ട സ്റ്റേഷനറി ഐറ്റംസ്, പെന്ന്, പെൻസിൽ, ഇറേസർ, അതുപോലെ തന്നെ ഷാർപ്നർ, വൈറ്റ്നർ, അങ്ങനത്തെ അത്യാവശ്യമായിട്ടുള്ള സ്കെയിലൊക്കെ നമ്മൾ അവിടെ ടേബിൾമേൽ തന്നെ ഒരു ചെറിയ ഇതിൽ വെക്കുക. നമ്മൾ അതിന് വേണ്ടിയിട്ട് ബാഗും ബോക്സും ഒക്കെ പലപ്പോഴും നമ്മൾ പഠിക്കാനുള്ള ബുക്സ് എല്ലാം കൊണ്ടുവരും, പക്ഷേ ഇങ്ങനെയുള്ള ഐറ്റംസ് ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ അതിൽ നല്ലത് പുറത്ത് തന്നെ ഒരു പേഴ്സിൽ ഇതെല്ലാം സെറ്റ് ചെയ്ത് വെക്കുക. നമ്മൾ പുറത്ത് പോയി പഠിക്കാനിരിക്കുകയായാലും നമ്മൾ റൂമിൽ ചിലപ്പോൾ ഫുൾ ടൈം സ്റ്റഡി ഏരിയയിൽ തന്നെ ഇരിക്കണമെന്നില്ല, അവിടെ മാറിയൊക്കെ പഠിക്കാനിരിക്കുമ്പോഴും ഈ ഒരു പേഴ്സ് കൊണ്ട് നടന്നാൽ മതി. നമ്മുടെ സ്കൂളിലോട്ട് കൊണ്ടുപോകുന്ന പേഴ്സ് ബാഗിൽ തന്നെ ഇരുന്നോട്ടെ. സെപ്പറേറ്റ് ആയിട്ടൊരു സ്റ്റേഷനറിക്ക് വേണ്ടി ഒരു പൗച്ചോ അല്ലെങ്കിൽ ഒരു ബോക്സോ എന്തെങ്കിലും വെക്കാവുന്നതാണ്. എട്ടാമതായിട്ട് ഒരു ബോട്ടിൽ വെള്ളവും കുറച്ച് എന്തെങ്കിലും സ്നാക്സ്, എന്തെങ്കിലും ലൈറ്റായിട്ടുള്ള എന്തെങ്കിലും സ്നാക്സും നമ്മുടെ അവിടെ തന്നെ വെക്കുക. പഠിക്കുന്ന ഇടയിൽ ബോറടിച്ചു അല്ലെങ്കിൽ നമുക്ക് വെള്ളമൊക്കെ കുടിക്കണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് എഴുന്നേറ്റ് പോകേണ്ട, ആ മടി പിടിച്ച് നമ്മൾ എഴുന്നേറ്റ് പോകേണ്ട, അവിടെ അതൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിന് വേണ്ടി സ്നാക്സും വെള്ളവും കരുതുക.
ഒമ്പതാമത്തെ പോയിന്റ്, നമ്മൾ ചെറിയൊരു നോട്ട്ബുക്ക് വെക്കുക. നമ്മുടെ പഠനത്തിനെ കുറിച്ചൊക്കെ ട്രാക്ക് ചെയ്യാനോ അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ ആയിട്ട്, അതായത് നമ്മുടെ ഹോം വർക്ക്സ് എഴുതി വയ്ക്കാം, അല്ലെങ്കിൽ നമ്മൾക്ക് എത്ര പാഠങ്ങൾ ഇനി പഠിച്ച് തീരാനുണ്ട് എന്നിങ്ങനെയുള്ളതൊക്കെ നോട്ട് ചെയ്യാനായിട്ട് ചെറിയൊരു നോട്ട് പാഡ് ടേബിളുമോ വയ്ക്കുന്നത് നല്ലതായിരിക്കും. ഇനി ഇതില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡയറിയോ പ്ലാനറോ അങ്ങനെ എന്തെങ്കിലും യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത്, പക്ഷെ അതൊന്നുമില്ല, സിമ്പിളായിട്ട് നിങ്ങൾക്ക് മതി എന്നുണ്ടെങ്കിൽ ഇതുപോലെ കുറച്ച് പേപ്പറൊക്കെ, ചെറിയ പേപ്പർ കട്ട് ചെയ്തിട്ട് നമുക്ക് കുഞ്ഞൊരു നോട്ട്ബുക്ക് പോലെ അങ്ങനെ നമുക്ക് ആക്കി വെച്ച് അതിൽ എഴുതി വെക്കാവുന്നതാണ്. ഏറ്റവും ലാസ്റ്റായിട്ട് ഒരു കലണ്ടർ, ഒന്നെങ്കിൽ നമ്മുടെ വാളിൽ ഒരു കലണ്ടർ അവിടെ തൂക്കിയിടാം, ഇവിടെ ബോക്സൊക്കെ വെക്കാൻ പറ്റുന്ന കൊച്ചൊരു കലണ്ടർ പോലെ നമ്മുടെ ഡേറ്റൊക്കെ പെട്ടെന്ന് നോക്കാനായിട്ട്. ഇപ്പോൾ എക്സാമൊക്കെ അടുത്ത് വരുന്നുണ്ട്, എത്ര ദിവസം നമുക്ക് പഠിക്കാനുണ്ട് എന്നൊക്കെ അറിയാനായിട്ട് ഒരു കലണ്ടറും കൂടി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റഡി ഏരിയ അത്യാവശ്യം വേണ്ട എല്ലാ ഐറ്റംസും ആയിട്ടുണ്ട്. ഇനി ഇതിലെല്ലാം ഉപരിയായിട്ട് നമ്മുടെ സ്റ്റഡി സ്പേസ് നമ്മൾ എങ്ങനെയോ ഒരുക്കിക്കോട്ടെ, നമ്മൾ എത്രത്തോളം നന്നായി പഠിക്കുന്നു, മനസ്സിലാക്കി പഠിക്കുന്നു, അതുപോലെ തന്നെ അത് എത്രത്തോളം നമ്മൾ ഉപയോഗിക്കുന്നു, നമ്മൾ ഉള്ള ടൈം എങ്ങനെ വേസ്റ്റ് ആക്കാതെ നല്ല രീതിയിൽ നമ്മുടെ ആ ഒരു പാഷൻ അല്ലെങ്കിൽ നമ്മുടെ ഒരു ലക്ഷ്യത്തിലോട്ട് എങ്ങനെ എത്തിച്ചേരുന്നു എന്നുള്ളതാണ് കാര്യം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായി എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ സ്റ്റഡി ടേബിളിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഐറ്റംസ് ഏതൊക്കെയാണ് അത് മറക്കാതെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും നമ്മൾ വരുന്നതായിരിക്കും. തീർച്ചയായും നിങ്ങളുടെ വീഡിയോ സജഷൻസ് കമൻറ്റ് ബോക്സിൽ പറയുക. പുതിയ വീഡിയോ ആയിട്ട് വരുന്നതുവരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.